Hi friends, welcome to my YouTube channel. നാളായി യൂട്യൂബിൽ വീഡിയോകളൊക്കെ ചെയ്തിട്ട് നിങ്ങളെൻ്റെ പോസ്റ്റൊക്കെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. അപ്പോൾ തിരിച്ച് വീഡിയോകളൊക്കെ പയ്യെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐക്യുവൻസ് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കിക്ക് അവർ ഓറിയൻറ്റേഷൻ പ്രിപ്പറേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് ക്രൈസ്റ്റ് ചർച്ചിൽ വന്നു കഴിയുമ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്, അവർ കുറച്ച് ഡൗട്ടുകൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നോട് ചോദിച്ചത്, ഓസ്കി 2 days അവർ ട്രെയിനിങ് പ്രോഗ്രാം തരുന്നുണ്ട്. ആ ട്രെയിനിങ്ങിന് ഡേയ്സിൽ ഓസ്കി ട്രെയിനിങ് അവർ തരുമെന്നാണ്. ഒരിക്കലുമില്ല. നിങ്ങൾക്കറിയാം, അവരുടെ പ്രിപ്പറേഷൻ ഒരു ബുക്ക്ലെറ്റിനകത്ത് അവർ പറയുന്നുണ്ട്, ഓസ്കിയുടെ ട്രെയിനിങ് അവർ ഒരിക്കലും തരുന്നില്ല. നിങ്ങൾ എന്ത് പഠിച്ചോ, നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുക. അല്ലാതെ അവർ ഓസ്കിക്ക് ഒരു ട്രെയിനിങ് ഈ 2 days പ്രിപ്പറേഷൻ കോഴ്സിനകത്ത് ഓസ്കി ട്രെയിനിങ് അവർ തരുന്നില്ല. പിന്നെ എന്താണ് ഈ 2 days പ്രിപ്പറേഷൻ കോഴ്സിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനിനകത്ത് മെയിൻലി വരുന്നത് ന്യൂസിലാൻഡിൻ്റെ ഹെൽത്ത് സിസ്റ്റം, ന്യൂസിലാൻഡിൻ്റെ കൾച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ന്യൂസിലാൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ട ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്കറിയാം. രജിസ്ട്രേഷൻ വേണം, ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് അഥവാ APC വേണം, പോലീസ് ക്ലിയറൻസ് വേണം. അങ്ങനെയുള്ള ലീഗൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവർ മെയിനായിട്ടും പറയുന്ന കമ്മ്യൂണിക്കേഷനെ കുറിച്ച്. നമുക്ക് ഓസ്കിക്ക് മെയിനായിട്ടും വേണ്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമുക്ക് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ട് നേഴ്സിംഗ് ഇഷ്യൂസ് നമുക്ക് എസ്കലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മെയിനായിട്ടും ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അവർ തരുന്നത് ന്യൂസിലാൻഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, ഫോർമാറ്റ്സ് അവരതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഓസ്കി ടൈമിൽ യൂസ് ചെയ്യേണ്ട ഡ്രസ്സിങ് മെറ്റീരിയൽസ് ആണെങ്കിൽ അത് OBP അപ്പാരറ്റസ്, തെർമോമീറ്റർ, അങ്ങനെ നിങ്ങളുടെ ഓസ്കിക്ക് ആവശ്യമായിട്ട് വേണ്ട എക്യുപ്മെൻറ്റ്സ് അവർ നിങ്ങളെ കാണിച്ചു തരും. നമുക്കത് ഫെമിലിയറൈസ് ചെയ്യാനും നിങ്ങൾക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാനുമായിട്ടുള്ള ഒരു അവസരം അവർ ആ 2 daysനകത്ത് തരും. അപ്പോൾ നമുക്ക് ആ എക്യുപ്മെൻറ്റ്സ് കുറച്ചുകൂടി ഫെമിലിയർ ആവും. അപ്പോൾ ഓസ്കി സിനാരിയോയുടെ സമയത്ത് നമുക്ക് ആ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് 2 days ഓറിയൻറ്റേഷൻ പ്രിപ്പറേഷൻ കോഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സ് ഡെലിവറി ചെയ്യുന്നത് കാൻറ്റർബറി യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ മെയിനായിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവിടെ അപ്പിയർ ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണം. നമ്മൾ ഈ ഓസ്കിയുടെ ഓറിയൻറ്റേഷൻ പ്രിപ്പറേഷൻ കോഴ്സിന് വേണ്ടി പോകുമ്പോൾ മാക്സിമം ഒരു യൂണിഫോം അല്ലെങ്കിൽ സ്ക്രബ് ധരിച്ച് പോകാനായിട്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഓസ്കി എക്സാമിനും യൂണിഫോം അല്ലെങ്കിൽ ഒരു സ്ക്രബ്, അതുപോലെ തന്നെ ഷൂസ് ആണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂസ്, ഒരു പ്രൊഫഷണൽ അപ്പിയറൻസ് ആയിരിക്കണം നമ്മൾ എക്സാമിന് പോകുമ്പോഴും അതേപോലെ തന്നെ ഓസ്കിയുടെ ഓറിയൻറ്റേഷൻ പ്രിപ്പറേഷൻ ക്ലാസ്സിന് പോകുമ്പോഴും വേണ്ടത്. പിന്നെ അതേപോലെ എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ്, ഇതെവിടെയാണ് ഈ ഓറിയൻറ്റേഷൻ പ്രിപ്പറേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ആയിട്ടും 3 സൈറ്റ് ഉണ്ട്. ആ 3 സൈറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോവഡെയിൽ ക്യാമ്പസിലുള്ള വേക്കി ബിൽഡിങ്ങിലും, മെയിൻ ക്യാമ്പസിലുള്ള റിഹുവ ബിൽഡിങ്ങിലും, ഏൺസ് റൂദർഫോർഡ് ബിൽഡിങ്ങും, അങ്ങനെ 3 സൈറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് ആ സാക്കിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഗൂഗിൾ മാപ്പ് വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. എയർപോർട്ടിൽ നിന്ന് എനിക്ക് തോന്നി സിമുലേഷൻ സെൻറ്ററിലോട്ട് ഏകദേശം ഒരു 15 minutes ഡ്രൈവ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ സിമുലേഷൻ സെൻറ്ററും കാൻറ്റർബറി യൂണിവേഴ്സിറ്റിയും ഒരു 4 kilometer ചുറ്റളവിലാണ്. ഓസ്കി എക്സാം എത്ര മണിക്കൂറാണ്? 3 മണിക്കൂറാണ് ഓസ്കി എക്സാം പറയണമെങ്കിലും അപ് ടു 5 hours വരെ പോകാം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഓസ്കി എക്സാമിൻ്റെ സ്റ്റേഷൻസ്, സിനാരിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാനത് പിന്നെ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഓസ്കി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാണ് അതിൻ്റെ റിസൾട്ട് വരിക? നഴ്സിംഗ് കൗൺസിൽ പറയുന്നത് 6 weeks ടൈമാണ്, വിത്തിൻ 6 weeksനുള്ളിൽ വരുന്നതാണ്. പക്ഷെ മോസ്റ്റ്ലി 9 to 15 daysനുള്ളിൽ വരും. പിന്നെ കുറേ പേരെന്നോട് ചോദിച്ച ഒരു കാര്യം, കുറേ പേരുടെ ഏജൻസിക്കാരൊക്കെ പറഞ്ഞു 3 weeks അക്കോമഡേഷൻ, പിന്നെ ആ അക്കോമഡേഷൻ്റെ ലക്ഷങ്ങളൊക്കെ അതിൻ്റെ അക്കോമഡേഷൻ്റെ ഫീസും ഒക്കെ പറയുന്നു. അപ്പോൾ 3 weeks അവിടെ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് അങ്ങനെ നിൽക്കുന്നവരുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ 9 to 15 daysനുള്ളിൽ
നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും വരും. മോസ്റ്റ്ലി എല്ലാം വരും. അവർ 6 വീക്സ് പറയുമെങ്കിലും 9 to 15 ഡേയ്സിനുള്ളിൽ എക്സാം റിസൾട്ട് വരും. ഇപ്പം ഇൻ കേസ് ആരെങ്കിലും ഫെയിൽ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് ഒരു ഡേറ്റ് എടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരോടെ ഉണ്ട്. ഇപ്പോൾ എക്സാം ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ വേറെ ഒരു പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ് കിട്ടുവാണെങ്കിൽ ആ ഡേറ്റ് എടുത്തിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോകാതെ തന്നെ ഒന്നോടെ എക്സാമിന് അപ്പിയർ ചെയ്യുന്നവരും ഉണ്ട്. മാക്സിമം പോയി കഴിഞ്ഞാൽ 1 വീക്കിന്റെ പോലും ആവശ്യം വരുന്നില്ല. പിന്നെ അക്കോമഡേഷന്റെ കാര്യം, ക്രൈസ്റ്റ് ചർച്ചിൽ ഈ സിമുലേഷൻ സെന്ററിന്റെയോ കാൻറ്റർബറി യൂണിവേഴ്സിറ്റിയുടെയോ അടുത്ത് അക്കോമഡേഷൻ എനിക്ക് തോന്നുന്നില്ല ഫാമിലി അക്കോമഡേഷൻ ഉണ്ടോ എന്ന്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ക്രൈസ്റ്റ് ചർച്ച് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. നിങ്ങൾക്ക് അവർ വഴി കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഈ കാൻറ്റർബറി യൂണിവേഴ്സിറ്റിയുടെ സിമുലേഷൻ സെന്ററിൽ നിന്നൊക്കെ അകലെയാണ് ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വീടെങ്കിലും നിങ്ങൾക്ക് 2 ദിവസം മാത്രം ഈ ട്രെയിനിങ്ങിനായിട്ട് പോയാൽ മതി. ആ ട്രെയിനിങ് 8:30 to 3 o'clock വരെയാണ് ഓറിയന്റേഷൻ പ്രിപ്പറേഷൻ കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസത്തെ ട്രാവലാ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഊബർ വിളിച്ച് നിങ്ങൾ ഫ്രണ്ട്സ് കൂടി പോകുന്ന അത്ര എക്സ്പെൻസ് വരുന്നില്ല. നിങ്ങൾ ഒരു സിറ്റിയിൽ, അതായത് യൂണിവേഴ്സിറ്റിയുടെ അടുത്തോ ഈ സിമുലേഷൻ സെന്ററിന്റെ അടുത്തോ ഒരു മോട്ടലിൽ താമസിക്കുന്ന അത്രയും പൈസ വരില്ല. നിങ്ങളൊരു ഫാമിലിയുടെ കൂടെ ഷെയറിംഗ് ഒക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ 2-3 ദിവസത്തേക്കാണ്, ഒത്തിരി എക്സ്പെൻസ് വരുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഏജൻസിക്കാർ മോസ്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത് മോട്ടലുകളായിരിക്കും. 2-3 ദിവസത്തെ അക്കോമഡേഷന് വേണ്ടിയിട്ട് ആരെയും കോൺടാക്ട് ചെയ്യുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രയും പൈസ അവർ പറയുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ, ഒത്തിരി മലയാളീസ് ഒക്കെ ക്രൈസ്റ്റ് ചർച്ചിലുണ്ട്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് മലയാളി കമ്മ്യൂണിറ്റിയുടെ ക്രൈസ്റ്റ് ചർച്ച് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇടുകയാണെങ്കിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 2 ദിവസം ഒത്തിരി ദൂരെയാണ് ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ വീടെങ്കിൽ പോലും നമുക്ക് 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എക്സ്പെൻസ് കുറവ് അതായിരിക്കുമെന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം. മോട്ടലിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒക്കെ റൂം എടുത്ത് താമസിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന എക്സ്പെൻസസ് വരുന്നത്. പിന്നെ 1 വീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 ഡേയ്സിന്റെ ആവശ്യമുള്ളൂ. എക്സാമിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നാട്ടിൽ പോകുന്നവരുണ്ട്. എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് ഇപ്പം ഈവൻ ഫെയിൽ ആയെങ്കിൽ ഒന്നുകൂടെ എഴുതുകയും അതേപോലെ തന്നെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രേഷനും കൂടി എടുത്തിട്ട് ജോലിക്ക് വേണ്ടി നിൽക്കുന്ന അങ്ങനെ ആൾക്കാരുണ്ട്. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ്. അപ്പോൾ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ക്രൈസ്റ്റ് ചർച്ചൊക്കെ ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നതല്ലേ. അപ്പോൾ കുറച്ച് നാൾ എക്സാം ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ക്രൈസ്റ്റ് ചർച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇപ്പോൾ കുറേ കാൻഡിഡേറ്റ്സ് എന്നോട് ചോദിച്ച് കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.